ഹലോ. അങ്ങനെ ഞാൻ ബസ്സിലിരുന്നൊരു വീഡിയോ എടുക്കാൻ ശ്രമിച്ചതിൻ്റെ വീഡിയോ അപാരതയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ പുതിയ സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. അവിടെ എന്നെ കാത്ത് 2 സുന്ദരിമാരുണ്ടായിരുന്നു കേട്ടോ. മീറ്റ് മിസ് ശ്രുതി ആൻഡ് അഖില. ഞങ്ങൾ 3 ആളും മാത്രമല്ല ബാക്കി ഗാങ്ങൊക്കെ അങ്ങോട്ടേക്ക് എത്തും. ഈ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടെന്നാണോ? മാങ്കാവ് സരസ്വതി ഭവൻ. അവിടെ ഇപ്പം എന്താ വിശേഷം എന്നാണെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അമിതയുടെ എൻഗേജ്മെൻറ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. പുതിയ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ സരസ്വതി ഭവനിലേക്ക് വിട്ടു. അഭിജിത്ത് ആൻഡ് അമിത. വാവ്. അമിതനെ ഞങ്ങൾ ഷോർട്ടായിട്ട് ആമി നട്ടോ വിളിക്കാറ്. ഞങ്ങൾ ആമിക്കുട്ടി നല്ല സുന്ദരി മോളായിട്ട് സ്റ്റേജിലെങ്ങനെ ഫോട്ടോ എടുപ്പിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. നമ്മളവിടെ എത്തിയപ്പോഴേക്ക് അൺഫോർച്ചുനേറ്റ്ലി മോതിരം മാറൽ കഴിഞ്ഞിരുന്നു ഗൈസ്. ശരിക്കും മുഹൂർത്തം വരുന്നത് 11:50 to 12:20 മുന്നിലായിരുന്നു. നമ്മൾ അവിടെ 12:10 ജസ്റ്റ് മിസ്. അവരതിന് മുന്നേ മോതിരം മാറി. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഫോട്ടോ വെച്ചത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചു. ഇനി നമുക്ക് ആമിനെ കുറിച്ച് 2 വാക്ക് സംസാരിച്ചാലോ. ആമി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫ്രണ്ടാണ് കേട്ടോ ആമി. ആമി എൻ്റെ വീട്ടിലൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്കും മാമിക്കും അങ്ങനെ എല്ലാവർക്കും ആമീനെ അറിയാം കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആമീനെ. പിന്നെ ആമീനെ എനിക്കിഷ്ടമെന്ന് പറഞ്ഞാൽ ആമി ഒരുപാട് സ്ട്രഗിൾസ് എന്ന് വന്ന ഒരാളാണ് എൻ്റെ ആമി. ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് ഓവർകം ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് ചെറുതായിട്ട് റെസ്പെക്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നേരിട്ട് കണ്ടാൽ ഞാൻ പറയില്ലെങ്കിലും. പിന്നെ ഇന്ന് ശരിക്കും എനിക്ക് ലീവില്ലായിരുന്നു. അവളുടെ ഒരു എഫേർട്ട് കൊണ്ടാണ് എനിക്ക് ലീവ് കിട്ടിയത് കേട്ടോ. നമ്മൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് ലീവ് എടുക്കുമ്പം അത് ഡ്യൂട്ടി സ്ഥലത്ത് പ്രശ്നമാവല്ലോ, ഡ്യൂട്ടീനെ അത് ബാധിക്കും. പക്ഷെ അവൾക്ക് അത്രയും ഞാൻ വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരാൾ പരിഗണിക്കുക, ഒരാളെ കൊണ്ട് നമ്മൾ സ്നേഹിക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ബ്ലെസ്സിങ് അല്ലേ. അതുകൊണ്ട് ലവ് യു ആമി. അപ്പോൾ ഇതാണ് എൻ്റെ വാലിബക്കൂട്ടം. ഒരുവിധം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം എല്ലാവർക്കും ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ജന. പിന്നെ അഖിലേനെ ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തി. ആ കുഞ്ഞതാണ് ഞങ്ങളുടെ കുഞ്ഞലീന. പിന്നെ ശ്രുതിമോള്. പിന്നെ ഞങ്ങളുടെ പാവ ഹിമക്കുട്ടി. പിന്നെ ഇത് ലക്ഷ്മി. പിന്നെ ഇത് അഭിജിത്തിൻ്റെ അമ്മയാണ് കേട്ടോ. ഇത് ആഷ്ലി. പിന്നെ അങ്ങനെ ഒരുവിധം എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഇത് അമിതയുടെ ഹോസ്റ്റൽ ഫ്രണ്ടാണേ. പിന്നെ ഞങ്ങളുടെ ഗ്യാങ് കയറിയിട്ട് ഫോട്ടോ എടുത്തു കേട്ടോ. എല്ലാവരും നന്നായിട്ട് പോസ് ചെയ്തിട്ട് പിന്നെ അടുത്ത സെക്ഷനിലാണ് ഞങ്ങൾ കയറിയത്. ഫോട്ടോ എടുക്കുന്ന സമയത്താണ് ആമീനെ ഞങ്ങൾക്കൊന്ന് അടുത്ത് കിട്ടിയത് കേട്ടോ. അപ്പം തന്നെ ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോൻ്റെ ഇടയിൽ ഒരുപാട് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ ഇതിനിടയിൽ ഞാനൊരു സങ്കട വാർത്ത പറഞ്ഞോട്ടെ. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ നോക്കിയാലൊരു കാര്യം മനസ്സിലാവും. എൻ്റെ മുടി കണ്ടോ? മുന്നത്തെ വീഡിയോസിലൊക്കെ എൻ്റെ മുടിക്ക് നല്ല കട്ടിയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആ മുടീൻ്റെ വിടവ് കൂടെ അപ്പുറത്തെ പൂവും പൂക്കലയും വരെ കാണും. വൈറ്റമിൻ D3യുടെയും HBയുടെയും കുറവുണ്ട്. 2 ആഴ്ച കൊണ്ടാണ് എൻ്റെ മുടി ഈ പരുവത്തിലായത് കേട്ടോ. ഇനി ഞാനിതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുമോ ആവോ. ഇനിയാണ് നമ്മുടെ റിയൽ ഫോട്ടോ സെക്ഷൻ. സാരിയൊക്കെ ഉടുത്തൊരുങ്ങി വന്നതല്ലേ. ഇനി 4 ഫോട്ടോ എടുത്തിട്ട് തന്നെ കാര്യം. അതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ ആമിന. പലപ്പോഴും നന്നായിട്ട് ഉടുത്തൊരുങ്ങി വന്നാലും നമുക്ക് ഒറ്റ നല്ല ഫോട്ടോസ് പോലും കിട്ടാറില്ല. പക്ഷേ ഇത്തവണ ഞാൻ നല്ല ഹാപ്പിയാണ്. നമ്മുടെ ആമിന ബീഗ ഉള്ളതിനെ കൊണ്ട് എല്ലാ ഫോട്ടോസും നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത ആൾ തന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ആമിന. പിന്നെ ഇത് കല്യാണത്തിൻ്റെ ഉറപ്പീര് നടക്കുകയാണ്. ഇതാ കുടുംബക്കാരെല്ലാവരും കൂടിയിട്ട് ഉറപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമിതയും ചെറുക്കനും അവിടെ ഫോട്ടോ സെക്ഷനിൽ മുഴുകിയിരിക്കുകയാണ് ഗൈസ്. പിന്നീട് അവിടെ നടന്നത് ചെറുക്കൻ്റെ ഫ്രണ്ട്സിൻ്റെ കലാപരിപാടികളായിരുന്നു കേട്ടോ. അവനെയും അവളെയും ഫുള്ള് സ്പ്രേയിൽ മൂടി ഗൈസ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് എന്താ അറിയോ? അവർ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിജിത്ത് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് അവരൊന്ന് തിരിയുമ്പോഴേക്ക് അവർ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ ചെക്കനും പെണ്ണും കെട്ടിക്കുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് സ്പ്രേ അടിച്ച ആളുകളെ തന്നെ ചെക്കന് തുടച്ചെടുത്ത് അവനെ വൃത്തിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്ക് അവിടെ ഡാൻസ്, അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അടിപൊളി ഡാൻസായിരുന്നു. ചേട്ടനും ചേച്ചിമാരും പൊളിച്ചടുക്കിയിട്ട്.
നമ്മൾ പിന്നെ സെൽഫി സെക്ഷൻ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതാണ് ഞങ്ങളുടെ തേക്ക, പിന്നെ ഇത് ഞങ്ങളുടെ തേക്ക. അങ്ങനെ എല്ലാവരും ഈ ഡാൻസ് അടിച്ചു പൊളിച്ചിരിക്കുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം മൊണാലിസ. മൊണാലിസ എന്നല്ല, ആൾക്ക് വെള്ളാരം കണ്ണുകളാണ്. അഞ്ജലി എന്നാണ് ശരിക്കും പറയുന്നത്. അതല്ല ഇതിന് മോള്. പിന്നെ ഞങ്ങളെല്ലാവരും ഡാൻസ് കണ്ട് മുഴുകിയിരിക്കുകയാണ്. അടിപൊളി ഡാൻസ് ആയിരുന്നു. അതിനിടയിൽ നമ്മളെ ചെക്കനും പെണ്ണും കയറി തുള്ളിയുണ്ട് കേട്ടോ. അവർ കുറേ നേരം ഡാൻസ് കളിച്ചിരുന്നു. അത് എന്നോട് എടുക്കാൻ മറന്നുപോയി ഗേസ്. ആമിമോളെ എൻഗേജ്ഡ് ആയി ഗേസ്. ഷീസ് ലോക്ക്. അപ്പോൾ ഇതാണ് ആമിമോളെ അഭിജിത്ത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. കല്യാണ ബിരിയാണി ആയിരുന്നേ ഫുഡ്. കല്യാണ ബിരിയാണിയും പൊരിച്ച ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെജിറ്റബിൾ ഫുഡ് വേണ്ടവർക്ക് വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടായിരുന്നു. സാമ്പാറും ചോറും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നല്ലതാ മാമി, എനിക്കിഷ്ടമായേ, നല്ല ഫുഡായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഈ പ്രോഗ്രാമിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഡോക്ടേഴ്സ് എല്ലാവരും, ഒരുവിധം എല്ലാ ഡോക്ടേഴ്സും വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഡോക്ടേഴ്സിനൊന്നും എല്ലാ പ്രോഗ്രാമിനും വരാൻ പറ്റാറില്ല, ഈ ഡ്യൂട്ടിയുടെ ഒരു കാര്യം കൊണ്ട്. അപ്പോൾ പക്ഷേ ഇത്തവണ ഈ പ്രോഗ്രാമിന് ഒരുവിധം എല്ലാ ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു. ഇത് ഞങ്ങളുടെ ഇൻചാർജ് ലിജി സിസ്റ്റർ, പിന്നെ കോകിൽ സാറ്, രാഹുൽ സാറ്, പിന്നെ സമീഹ മാഡം, അജിന മാഡം, ആര്യ മാഡം, പിന്നെ ഇത് ഞങ്ങളുടെ ചിത്ര ചേച്ചി, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും അവരുടെ കൂടെ കയറി ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അങ്ങനെ ഈ ഒരു പ്രോഗ്രാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അമിതനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. ഈ ഒരു ദിവസം എനിക്ക് ലീവ് കിട്ടിയില്ലെങ്കിൽ നഷ്ടമായിപ്പോയേനെ. പ്രോഗ്രാം അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും പുതിയ സ്റ്റാൻഡിലേക്ക് പോകണം. എങ്ങനെ പോകും? ഓട്ടോ ഒന്നും കിട്ടിയില്ല. ഞങ്ങളെല്ലാവരും കൂടി ഒരു നടപ്പങ്ങോട്ട് നടന്നു. ഒരുമിച്ച് അതിനെക്കൊണ്ട് ഇങ്ങനെ നടക്കാനും ഒരു രസമാണ്. അങ്ങനെ ഞങ്ങൾ നടക്കുന്നതിനിടയിൽ ഒരു വീട് കണ്ടുട്ടോ. എനിക്ക് തോന്നുന്നു ഇതാണോ അച്ചുവിൻ്റെ അമ്മയിലെ വീട്, അതുപോലൊരു വീട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തെന്ന് പറഞ്ഞില്ലേ, ആ ഫോട്ടോസൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു ദിവസം. അങ്ങനെ ഒരുപാട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ കിട്ടാറില്ല. എപ്പോഴും ഞങ്ങൾക്ക് ഒരുമിച്ച് ലീവ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഡ്യൂട്ടി അതിനനുസരിച്ച് കോംപ്രമൈസ് ആവില്ലേ. അപ്പോൾ ഇന്നൊരു നല്ല ദിവസമായിരുന്നു. അപ്പോൾ താങ്ക് യു. ടാറ്റ ബൈ ബൈ, സി യു. അപ്പോൾ ഈ വീഡിയോ അത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു.